സ്റ്റെന്നയ്ക്ക് എന്തൊക്കെയുണ്ട്? കാര്യമായിട്ട് പറഞ്ഞാണോ? സർജറി കഴിഞ്ഞ് ആരെക്കൊണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിപ്പിക്കാൻ നോക്ക്. ഡീൻ, നീ വേഗം അവന്റെ അടുത്തേക്ക് ചെല്ല്. റിക്കി ചെറുപ്പം മുതലേ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതല്ലേ. കള്ളം പറയുമ്പോ ശരിക്കും ആലോചിച്ചോണം. വിശ്വസിക്കാനാവുന്നില്ല. അറ്റ്ലാന്റിക് സിറ്റി ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. കിട്ടി. റിക്കി വീണ്ടും ക്യാൻസർ രോഗിയാണ്. ക്യാൻസർ തന്നെ വേണമെന്നുണ്ടോ? അതൊക്കെ എല്ലാവർക്കും വിഷമാവില്ലേ? വേണം. അത് പറഞ്ഞിട്ട് വേണം നമുക്ക് എല്ലാവർക്കും കൂടി വേൾഡ് സീരീസ് കാണാൻ പോവാൻ. ഒരിക്കലും ഇല്ലാത്ത ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി. എന്റെ കൊച്ചു 6 ആഴ്ച നേരത്തെയാണ് ജനിക്കുന്നത്. ഞാനും 6 ആഴ്ച നേരത്തെ ഉണ്ടായേ. നിങ്ങൾ ഇന്നലെ രാത്രി എവിടെ ആയിരുന്നെന്ന് എനിക്കറിയണം. ഞങ്ങൾ എല്ലാ ഹോസ്പിറ്റലിലും വിളിച്ചു നോക്കി. അവിടെ റിക്കി സ്റ്റെനിക്കി എന്ന് പേരുള്ള ആരുണ്ടായിരുന്നില്ല. ചെറിയ കള്ളം പറഞ്ഞതിന് നമ്മൾ ഇത്രയൊക്കെ അനുഭവിക്കേണ്ട കാര്യം? ആ ഒരു ചെറിയ കള്ളം തന്നെയാണ് വർഷങ്ങളായിട്ട് ഒരുപാട് തവണ പറയുന്നത്. ഇനിയിപ്പോ സത്യം പറഞ്ഞാലോ ആ ബന്ധം അവസാനിക്കും. നമുക്കൊരാളെ വാടകയ്ക്ക് എടുത്താലോ? സ്റ്റെനിക്കയുടെ റോൾ അഭിനയിക്കാൻ. റോക്ക് ഹാഡ് റോഡ് എക്സ്-റേറ്റഡ് റോക്ക് ആൻഡ് റോൾ ഇംപേഴ്സണേറ്റർ. ഇതൊരു വെറൈറ്റി ഷോ. വാൾ ടോപ്പ് ടു ബോട്ടം ജീസ് ജാംസ്. ഈ ഷോ കാണാൻ വന്നവർക്കെല്ലാം എന്റെ നന്ദി അറിയിക്കുന്നു. ഇത് ഒട്ടും ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഓ എന്റെ ദൈവമേ, അങ്ങനെയൊന്നും അടിക്കാൻ പറ്റില്ല. റിക്കി സ്റ്റെനിക്കായിട്ടാണ് ഞാൻ അഭിനയിക്കേണ്ടത്. മറന്നോ? ഓ റോഡ്. ഇത് വിചാരിച്ചൊന്നും നടന്നിട്ടില്ല. മൂത്രം മാത്രമേ ഉള്ളൂ. കാരണം റിക്കി സ്റ്റെനിക്കി എന്നൊരാളില്ലെന്ന് നീ സമ്മതിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്തേ. ഇത് ടെഡ് സമഹേസ് എന്റെ ബോസാണ്. ടെഡ്, നൈസ് ടു മീറ്റ് യു. നിങ്ങളുടെ സ്യൂട്ടും വെച്ച് പിടിപ്പിച്ചത് നന്നായിട്ടുണ്ട്. വെച്ച് പിടിപ്പിച്ചതോ? നിങ്ങളുടെ മുടി വെച്ച് പിടിപ്പിച്ചതല്ല, ഇതെന്റെ ശരിക്കുള്ള മുടിയാ. നമ്മുടെ ജോലി തുറക്കുന്ന ഉറപ്പായി. എന്താ അടിപൊളി പാർട്ടിയല്ലേ ഗായ്സ്? നിങ്ങളുടെ ഫ്രണ്ട് സ്റ്റെനിക്കി അവളെ വല്ലാതെ ഇംപ്രസ് ചെയ്തു. പിന്നെ അയാൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ ആക്കി വിട്ടത് അവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അയാളെ ജോലിക്കെടുത്തു. അത് കൊള്ളാന്ന്. നിങ്ങൾ വേറെന്താ പറഞ്ഞ? നിങ്ങളൊന്നുകൂടി പറഞ്ഞു. പിന്നെ അവന്റെ മേലിൽ എപ്പോഴും കണ്ണു വേണം. എന്റെ ഭാര്യയുടെ പ്രസവം മിസ് ചെയ്തത് മാത്രമല്ല, കണ്ടു തൂക്കിയിടുന്ന കമ്പിപ്പാട്ടുകാർ കൊണ്ട് എന്റെ പോലെ സുന്നത്തും ജീവിച്ചു. ഇത് കഴിഞ്ഞു. സ്റ്റെനിക്കി നിങ്ങൾ അടിപൊളിയാ. കഴിഞ്ഞു. ഇറ്റ്സ് റിക്കി. റിക്കി സ്റ്റെനിക്കി എന്ന് പറയുന്നത് റിയൽ അല്ല. ഒരു പൊട്ട ജോലി മാത്രം, ഫ്രണ്ട്സും ഇല്ല. പക്ഷെ ഇപ്പൊ എനിക്ക് എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ഇയാളൊരു ഫ്രോഡായിരിക്കും. ഡീൻ, ഇവൻ എന്തൊക്കെയാ പറയുന്നത്? അവനോടൊന്ന് പറപ്പിക്കണം. പ്രധാനപ്പെട്ട എന്ത് കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴും അദൃശ്യമായ ഒരു സാമാനം വായിലെടുക്കുന്ന പോലെയുണ്ട്. എന്റെ ദൈവമേ, അത് ശരിയാണല്ലോ. ഇപ്പൊ ബോളിലും കൂടി പിടിക്കുന്ന പോലെ ഉണ്ടല്ലോ.